നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ബ്രഹ്മയുഗം ഇപ്പം ചർച്ചയിൽ ഏറ്റവും കൂടുതൽ വൈറലാക്കി ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നത് ബ്രഹ്മയുഗമാണ്. ചർച്ച ചെയ്ത് ഹൈപ്പ് കൂട്ടുക എന്നുള്ളതല്ല, ചർച്ച ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ അറിഞ്ഞിട്ട് സിനിമയ്ക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഹൊററല്ല, പിന്നെ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. സംവിധായകൻ ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, പക്ഷേ സംവിധായകനായാലും അതിനകത്ത് നടന്മാരായ മമ്മൂട്ടിയാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ അശോകനൊക്കെ എല്ലാം പറഞ്ഞത് ഒരേ കാര്യങ്ങളാണ്. സംവിധായകൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുൻ സിനിമയായ ഭൂതകാലം പോലെ, ഭൂതകാലം നമുക്കറിയാം, ഭയങ്കര ഒരു രാത്രിയിലൊക്കെ ഇരുന്ന് കാണുവാണെങ്കിൽ അതിനകത്ത് വെള്ള സാരി എടുത്തുകൊണ്ട് പോകുന്ന പ്രേതങ്ങളൊന്നുമില്ല, പക്ഷേ ഭയം എന്ന് പറയുന്ന ഇത് ഭയങ്കരമായിട്ടുണ്ടാക്കുന്ന ഒരു സിനിമയാണ്. ഭയം നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുക, നമുക്കൊരു വല്ലാത്തൊരു ഇമോഷണലി നമ്മളങ്ങ് വല്ലാത്ത രീതിയിലാകുന്നൊരു സിനിമ. അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റിലൊന്നാണ് ഈ വലിയ ഡയറക്ടറൊന്നുമല്ല, സാധാരണ നമ്മുടെ ഒരു പയ്യൻ ചെയ്ത ഒരു പടം എന്നുള്ള രീതി നമ്മൾ കാണുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ രീതിയിൽ. ഭൂതകാലം അതായത് ഭൂതകാലം പോലൊരു സിനിമയെ അല്ലെന്നങ്ങ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത് എല്ലാ മലയാളി പ്രേക്ഷകരെന്ന് ഇതിന് ഡയറക്ടർ റെഡ് FM കൊടുത്ത ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇത് ഊഹിക്കാം, അതിൻ്റെ ട്രെയിലറും ടീസറും കാണുമ്പം ഒരു മനയിലേക്ക് 2 പേര് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയം ഉണ്ടാക്കുന്നതായിരിക്കാം, വേറെ രീതിയിലൊരു ഭയമായിരിക്കാം. ഇതൊരു ഫിക്ഷൻ സിനിമയാണ്. കുഞ്ചവൻ പോറ്റി എന്ന് പറയുന്ന ഒരാളോട് യാതൊരു ബന്ധവുമില്ല, അങ്ങനൊരു ദുർമന്ത്രവാദി പോലെ അതിനെ താന്ത്രിക വിദ്യകളൊക്കെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം, ബാക്കിയുള്ളതെല്ലാം. അന്നേരം അതിനൊരു വേറെ രീതിയിലാണ് നമ്മളിതാക്കേണ്ട ഒരു മിസ്റ്ററി. കാരണം എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ കൂടുതലുള്ള സിനിമ. ഹൊറർ അതിനകത്ത് കാണുമായിരിക്കാം, ഭീതി അതിനകത്ത് കാണുമായിരിക്കാം, പക്ഷേ ഭൂതകാലത്തിൻ്റെ അത്രയില്ല. പക്ഷേ നിഗൂഢതകൾ കൂടുതലുള്ളൊരു സിനിമ. അതിൻ്റെ ചുരുൾ ഓരോന്നോരോന്ന് അഴിയുകയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സർവൈവൽ രീതിയിലൊരു ചിത്രവുമായിരിക്കാം. ഈ ഒരു രീതിയിലായിരിക്കും സർവൈവൽ എന്ന് പറയുന്നത്, രക്ഷപ്പെടുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. നമ്മൾ ഒരു ഗുഹയിൽ, ഇപ്പം മഞ്ഞുമല ബോയ്സാണെങ്കിൽ ഒരു ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തിടുക്കമാണ്. അന്നേരം അതുപോലെ തന്നെ ഒരു മനയിൽ നിന്ന് രക്ഷപ്പെടുന്ന 2 ചെറുപ്പക്കാരുടെ അവർ രക്ഷപ്പെടാൻ പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നടക്കാം. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സിനിമ കണ്ടതിന് ശേഷം. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ സിനിമയെ അപ്രോച്ച് ചെയ്താൽ ബ്രഹ്മയുഗം എനിക്ക് തോന്നുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന ട്രെയിലർ നമ്മൾ ഒരു തിയേറ്ററിൽ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇയർഫോണൊക്കെ ഒന്ന് വെച്ച് ഇയർഫോണൊക്കെ ഒന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എഫക്റ്റ് കിട്ടും. സാധാരണ മൊബൈലിൽ കാണുമ്പോൾ തന്നെ എഫക്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു സെറ്റ് ബോക്സ് വെച്ച് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഇയർഫോൺ വെച്ച് കേൾക്കുവാണെങ്കിൽ എന്തൊരു എഫക്റ്റ് ആയിരിക്കും, ഇതിൻ്റെ ഇരട്ടി എഫക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിൽ 4K അറ്റ്മോസിലൊക്കെ ഡിജിറ്റൽ അറ്റ്മോസിൽ ഈ സിനിമ കാണുമ്പോൾ എന്തൊരു എഫക്റ്റ് ആയിരിക്കും തിയേറ്ററിൽ. ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയെ ഓവർ ഹൈപ്പ് ആക്കൊന്നുമല്ല, കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. അതുകൊണ്ട് ബ്രഹ്മയുഗം നിഗൂഢതകൾ ചുരുളഴിയുന്ന, ഭീതി പടർത്തുന്ന ഒരു സർവൈവർ ത്രില്ലറാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇടാം. ഉറപ്പായിട്ടും ചാനൽ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻസ് ഇടണം. എന്ത് കമൻ്റ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് നെഗറ്റീവ്. അതിനുവേണ്ടിയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുക എന്നുള്ളതാണ്. അന്നേരം നിങ്ങളുടെ കമൻസ് ഇടുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് സൈനിങ് ഓഫ്.